ഫ്രണ്ട്സ്, ഞാൻ ബക്കർ പട്ടാമ്പി വ്ളോഗ്സ്. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ചാവക്കാട് ബീച്ചിലാണ് കേട്ടോ. ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ചാവക്കാടുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ ജീവനക്കാരൻ, ഇവിടുത്തെ സ്റ്റാഫ് ഒക്കെ പറയാം. അവർ നേരിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. എന്താ നിങ്ങളുടെ പേര്? ജോഷി. ഇവിടെ എത്രയായി ജോലി തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ നമ്മുടെ BBC എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങി സ്റ്റാർട്ടിങ് കൊണ്ട് തന്നെ ഉണ്ട്. ഏകദേശം ഒരു 4-5 കൊല്ലം. ഇത് എത്രത്തോളം നമുക്കിത് സേഫ്റ്റി ആണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ചിട്ടൊരു സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ വരുന്ന ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും സേഫ്റ്റി ജാക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അഥവാ ഒരാൾ വീഴുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബ്രിഡ്ജിൽ നിന്ന് വീഴുകയാണെങ്കിലും ലൈഫ് ബോയും കാര്യങ്ങളുണ്ട്. ഇവിടെ നിൽക്കുന്ന ഗാർഡ്സ് എന്ന് പറയുന്ന എല്ലാവരും സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ്. പിന്നെ അതും കഴിഞ്ഞിട്ട് നമുക്ക് റെസ്ക്യൂ ബോട്ട് ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലേ. ഇവിടെ വരുന്നവരെ എല്ലാവരും, അതായത് വരുന്ന ഓരോ ആൾക്കാരെയും സേഫ്റ്റി 100% ഉറപ്പാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ നിലവിലെ അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നിലവിൽ ഇവിടെ ഇതുവരെ ഒരു അപകടം സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അടിക്കുന്ന സമയത്ത് പൊളിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളന്ന് എന്താ പറയുക, കടലിൽ കൂടിയിട്ട് ഞങ്ങൾക്ക് കയറ്റി വെക്കാനുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കയറ്റുന്ന സമയത്ത് അത് 2-3 ആൾക്കാരൊക്കെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, പൊളിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരുന്നു. വേറെ അങ്ങനത്തെ ഡേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു പരിപാടി എല്ലാ ദിവസവും സ്റ്റാർട്ടിംഗ് ആണ് ഓപ്പൺ ആയിരിക്കും. പിന്നെ അഥവാ സമയപരിമിതികളുണ്ട്. രാവിലെ എന്താ പറയുക, നമ്മൾ ഓഫ് ഡേയ്സിലെല്ലാം 7 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഈവനിങ് ഒരു 6:45 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ബാക്കിയുള്ള ടൈമിലൊക്കെ 8 മണിയാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈവനിങ് 6:45 ക്ലോസ് ചെയ്യും. ഇതിൽ ഏകദേശം എത്ര വെയിറ്റ് കൊള്ളണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ടോ? വെയിറ്റ് എന്ന് പറയാൻ വേണ്ടി നമ്മളിപ്പോ മാക്സിമം ഇതിൽ നിർത്തിയിട്ടുള്ള 90 പേരാണ്. പിന്നെ നമ്മൾ ഈ തിരമാല കൂടുതലൊക്കെ ഉണ്ടാവും, ആ സമയങ്ങളിലൊക്കെ നമ്മൾ ആൾക്കാരെ കുറയ്ക്കുക ചെയ്യുക. കാരണം എല്ലാവരും തടിച്ചു കുടിക്കുന്നതിന് പകരം ഫ്രീ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ടൈമുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തിരമാല കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ആൾക്കാരെ ഇറക്കിയിട്ട് അഴിച്ചു മാറ്റി വെക്കും. എല്ലാം ഓക്കെ ആണെന്നുള്ളതാണെങ്കിൽ സേഫ്റ്റിയാണ്. നമ്മളെന്താ പറയുക, തിരമാലയൊക്കെ കുറവാണ്, ഓക്കെ ആണെന്നുള്ള ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട് പിന്നെ തിരിച്ചിറക്കിയിട്ട് ആൾക്കാർക്ക്. ഇത് റെസ്ക്യൂ ബോട്ടാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഒരാൾ വീണു ഒഴുക്കിൽ പോയിട്ട് അങ്ങോട്ട് പോകുക, അങ്ങനെ കുറച്ച് ലോങ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്താനും. പിന്നെ നമ്മൾ ബോട്ട് സർവീസ് ഉണ്ട് അവിടെ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ബോട്ട് റൈഡ് പോകുന്ന സമയത്ത് എഞ്ചിൻ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ പോയിട്ട് പിക്ക് ചെയ്തിട്ട് വരാനും കൂടിയിട്ടാണ് റെസ്ക്യൂ ബോട്ടായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും വേറെ ഇവിടെ പ്രത്യേകിച്ച് പറയാനില്ല. നമ്മളെ കമ്പനിയോട് ചേർന്നിട്ട് വേറൊരു ആക്ടിവിറ്റീസും കൂടെ ഉണ്ട്. മറ്റേ ബഗ്ഗി റൈഡ്, ബീച്ച്